മലയാളത്തിൽ ഏപ്രിലിൽ ജനപ്രീതിയിൽ മുന്നിലുള്ള താരങ്ങളുടെ പട്ടിക പുറത്ത്. മമ്മൂട്ടി ഒന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് മോഹൻലാൽ തുടരുന്നതായി താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ട് ഓർമാക്സ് മീഡിയ. മമ്മൂട്ടി നായകനായി ടർബോ എന്ന സിനിമയാണ് ഇനി പ്രദർശനത്തിനെത്താനുള്ളത്. ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടി നായകനാകുന്ന ടർബോ. ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുകയെന്നാണ് റിപ്പോർട്ട്. ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം. മൂന്നാം സ്ഥാനത്ത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജിന്റേതായി കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം റിലീസ് ചെയ്തിരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ വൻ ഹിറ്റ് ചിത്രമായി മാറുമെന്നാണ് അഭിപ്രായങ്ങൾ. കോമഡിക്ക് പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ ബേസിൽ ജോസഫിന് പുറമെ നിഖില വിമൽ, അനശ്വര രാജൻ, ജഗദീഷ്, രേഖ, ഇർഷാദ്, സിജു സണ്ണി, സഫ്വാൻ എന്നിവരും പൃഥ്വിരാജിനൊപ്പം പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നു. ഫഹദ് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയെന്നതാണ് താരങ്ങളുടെ ഏപ്രിലിലെ പട്ടികയിൽ നിന്ന് വ്യക്തമാകുന്നത്. ആവേശത്തിന്റെ വമ്പൻ വിജയമാണ് ഫഹദിന് താരങ്ങളുടെ പട്ടികയിൽ നാലാമതെത്താൻ സഹായകരമായത്. ടൊവിനോ തോമസിനെ പിന്തള്ളിയാണ് മലയാള താരങ്ങളിൽ ഫഹദ് നാലാം സ്ഥാനത്ത് മുന്നേറിയത്. ഇത് മാത്രമാണ് ഏപ്രിലിലെ മലയാള താരങ്ങളുടെ ജനപ്രീതിയിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. മലയാളത്തിന്റെ നായികമാരിൽ ജനപ്രീതിയിൽ ഒന്നാമതുള്ള നടി മഞ്ജു വാര്യരാണ്. ഇത്തവണയും അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. സമീപകാലത്ത് പുതിയ സിനിമകളൊന്നും റിലീസ് ചെയ്തില്ലെങ്കിലും പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകാൻ മഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. രണ്ടാം സ്ഥാനമാണ് സർപ്രൈസ് എൻട്രി. പ്രേമലു എന്ന ചിത്രത്തിലൂടെ ഇതര ഭാഷകളിലും ശ്രദ്ധേയ നേടിയ മമിത ബൈജു ആണ് ഈ സ്ഥാനം നേടിയിരിക്കുന്നത്. ചിത്രത്തിലെ മമിതയുടെ പ്രകടനം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. ഈ വർഷത്തെ 100 കോടി ചിത്രത്തിലെ നായിക കൂടിയാണ് മമിത. ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് ശോഭനയാണ്. മോഹൻലാലിനൊപ്പമാണ് ശോഭനയുടെ പുതിയ ചിത്രം. തൊട്ടടുത്ത് ഐശ്വര്യലക്ഷ്മിയുമുണ്ട്. 4ാം സ്ഥാനമാണ് ഐശ്വര്യ നേടിയിരിക്കുന്നത്. 5ാം സ്ഥാനത്ത് കല്യാണി പ്രിയദർശനാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് കല്യാണിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത്. വിഷു റിലീസായെത്തിയ ചിത്രം മികച്ച കളക്ഷനും സ്വന്തമാക്കിയിരുന്നു.